ഭൂമിയിൽ നിന്നുള്ള നാസയുടെ ചൊവ്വ ദൗത്യത്തിനിടയിൽ ബഹിരാകാശ യാത്രികനായ ഒരാൾ ചൊവ്വയിൽ അപകടത്തിൽപ്പെടുകയും മറ്റ് ക്രൂ മെമ്പേഴ്സ് ഇദ്ദേഹത്തെ ചൊവ്വയിൽ തന്നെ ഉപേക്ഷിച്ച് പോകാനിട വരികയും ഭൂമിയുമായി ബന്ധപ്പെടാൻ കഴിയാതെ അടുത്ത 4 വർഷത്തിന് ശേഷം മാത്രമുള്ള രക്ഷാപ്രവർത്തനത്തിനായി കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ഈ വിവരം. ഏതൊരു ആസ്ട്രോനേറ്റിനും സംഭവിച്ചേക്കാവുന്ന ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന്റെ ഒരു എക്സ്റ്റന്റ് വരെയുള്ള ഒരു സർവൈവൽ സ്റ്റോറിയിലേക്കാണ് ഈ ഫിലിം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. മൂവി ഫ്രിക്സിന്റെ ഇന്നത്തെ യാത്ര ചൊവ്വയിലേക്കാണ്. എല്ലാം നന്നായി നടക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന കഥാപശ്ചാത്തലം. വർഷം 2035. ചൊവ്വയിലെ ലാൻഡിംഗ് സൈറ്റായി അസിഡാലിയ പ്ലാന്റേഷ്യ. ഇവിടെ പരീക്ഷണങ്ങൾ നടത്തുന്ന ആസ്ട്രോനൈറ്റ്സ്. മനുഷ്യവാസം ഇവിടെ സാധ്യമാണ് എന്ന് പഠിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. പെട്ടെന്നായിരുന്നു ഒരു സാംസ്റ്റോമിന്റെ ഒരു എമർജൻസി അലേർട്ട് അവർക്ക് വരുന്നത്. കാറ്റ് അതിശക്തിയായി വന്നാൽ റോക്കറ്റിനെ അത് സാരമായി ബാധിക്കും. ഇത് മനസ്സിലാകുന്ന ക്രൂ മെമ്പേഴ്സിന്റെ കമാൻഡർ മെലിസ ലൂയിസ് ആണ്. അതിനാൽ ലൂയിസ് ഓർഡർ കൊടുക്കുകയാണ്, അബൌട്ട് ദി മിഷൻ പാക്കപ്പ് വി ആർ ലീവിംഗ്. എല്ലാവരും ഹെർമീസ് സ്പേസ് ഷിപ്പിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതാണ് അടുത്ത രംഗം. അപ്പോഴാണ് അപകടം. സാൻഡ്സ്റ്റോമിന്റെ ആഘാതത്തിൽ ഒരു ആന്റിന അടിച്ച് ഈ ക്രൂ മെമ്പർ ഒരാൾ ദൂരേക്ക് വീഴുന്നു. സാൻഡ്സ്റ്റോമിൽ തന്നെ ഒന്നും കാണാൻ കഴിയുന്നില്ല. കംപ്ലീറ്റ് ഇരുട്ടായിട്ടുള്ള അവസ്ഥ. ക്രൂ മെമ്പേഴ്സ് മുഴുവൻ സെർച്ച് ചെയ്തിട്ട് അവനെ കണ്ടെത്താനാകുന്നില്ല. ഇദ്ദേഹത്തിന്റെ പേര് മാർക്ക് വാഡ്നി എന്നാണ്. ഇദ്ദേഹത്തിന്റെ ബയോ മോണിറ്ററിലെ സിഗ്നൽ പോലും നഷ്ടമാകുന്നു. മാർക്ക് മരിച്ചെന്ന് കരുതപ്പെട്ട് ശേഷിച്ച ക്രൂ ഭൂമിയിലേക്ക് മടങ്ങുന്ന ഓർബിറ്റിലുള്ള ഹെർമീസ് എന്ന വാഹനത്തിലേക്ക് പുറപ്പെടുന്നതാണ്. ഇതിനുള്ള കമാൻഡാണ് അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള കമാൻഡർ ലൂയിസ് നൽകിയിട്ടുള്ളത്. തങ്ങളുടെ ചൊവ്വ ദൗത്യത്തിലുള്ള സഹയാത്രികനെ നഷ്ടപ്പെട്ടത് റിയലൈസ് ചെയ്യുന്ന രംഗങ്ങളാണ് പിന്നീട് കാണുന്നത്. ചൊവ്വ ദൗത്യ സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നു. നാസയുടെ ഒഫീഷ്യൽ പ്രസ് കോൺഫറൻസിൽ മാസ് ദൗത്യമായിട്ടുള്ള ഏരീസ് 3യുടെ മടക്കത്തിനെ കുറിച്ചും അതിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന ക്രൂ മെമ്പറായിട്ടുള്ള മാർക്ക് വാഡ്നിയുടെ അപകടത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും നാസ ഡയറക്ടർ ഇവിടെ ഒഫീഷ്യലായി വെളിപ്പെടുത്തുന്ന രംഗമാണ് കാണിക്കുന്നത്. ചൊവ്വയിലെ ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്കാണ് സീൻ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം കാണാതായ ഉപേക്ഷിക്കപ്പെട്ട മാർക്കിനെയാണ് സീനിലേക്ക് കൊണ്ടുവരുന്നത്. അതെ, അയാൾ മരിച്ചിട്ടില്ല. അവൻ മനസ്സിലാകുന്നു താൻ ഒറ്റയ്ക്ക്, ഭക്ഷണം വളരെ കുറവ്, ഓക്സിജന്റെ ലഭ്യത കുറവ്, ഭൂമിയുമായി ബന്ധപ്പെടാൻ കഴിയില്ല. ഇവിടെ നിന്നാണ് മാർക്കിന്റെ സർവൈവൽ കഥ തുടങ്ങുന്നത്. സാൻഡ്സ്റ്റോം അപകടത്തിനിടയിൽ ഒരു കൂർത്ത മെറ്റൽ പാർട്ട് തന്റെ സ്യൂട്ടും തുളച്ചു കയറി തന്റെ വയറിന്റെ ഭാഗത്ത് കയറി നിൽപ്പുണ്ടായിരുന്നു. ഇതൊരു ഹാബാണ്. ആസ്ട്രോനേറ്റ്സ് എല്ലാം ടെമ്പററി ആയിട്ട് താമസിക്കുന്ന സ്ഥലം. പരിക്കോടുകൂടി ഹാബിലേക്കാണ് ആദ്യമായിട്ട് മാർക്ക് കയറി ചെല്ലുന്നത്. ആസ്ട്രോനേറ്റ്സിന്റെ ക്രൂവിലുള്ള 6 പേരും താമസിച്ചിരുന്നത് ഈ ഹാബിലായിരുന്നു. സാധാരണ ആസ്ട്രോനേറ്റ് സ്യൂട്ടുകളിൽ എന്തെങ്കിലും കീറൽ സംഭവിച്ചു കഴിഞ്ഞാൽ ക്രമേണ സ്യൂട്ടിനുള്ളിലെ ഓക്സിജൻ ലെവൽ കുറയുകയും മരണകാരണമാവുകയും പതിവാണ്. പക്ഷേ ഇവിടെ മാർക്കിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ആവുകയും സ്യൂട്ടിന്റെ ഗ്യാപ്പ് അടയുകയും എയർ ലീക്കേജ് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക. ആഴത്തിലുള്ള ഈ മുറിവ് മുതൽ ഒരു ബോട്ടണിസ്റ്റ് ആയിട്ടുള്ള മാർക്ക് സർവൈവ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റേജ് ഇവിടെ ചെയ്തു തുടങ്ങി. ആന്റിനയുടെ മെറ്റൽ പാർട്ട് തന്റെ വയറിനുള്ള മുറിവിൽ നിന്ന് പറിച്ചെടുക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത്. ജീവൻ രക്ഷിക്കാനുള്ളത് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇനി ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. അടുത്തത് എന്ത് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് തന്റെ കാര്യങ്ങളെല്ലാം വീഡിയോ ഡോക്യുമെന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് വരികയാണ് മാർക്ക്. 31 ദിവസം നീണ്ടു നിൽക്കുന്ന ചൊവ്വ ദൗത്യത്തിൽ 18ാം ദിവസം മാർക്കിന് ഈ അപകടം സംഭവിക്കുകയും 19ാം ദിവസം വീഡിയോ ഡോക്യുമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. മാർസിന്റെ ഏരിസ് 3 മിഷനിലാണ് മാർക്ക് അടക്കം ആ 6 ക്രൂ ഇവിടെ എത്തിച്ചേർന്നത്. ഇനി ഇദ്ദേഹത്തിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാർസിലേക്കുള്ള ഏരിസ് 4 മിഷൻ നടക്കുവാൻ 4 വർഷം ഇനി കാത്തിരിക്കണം. ലോങ് ടേം സർവൈവലിന് വേണ്ടി 6 കഴിക്കാനുള്ള ഭക്ഷണം ആകെ 6 മാസത്തേക്കേ തികയും. ആൾട്ടർനേറ്റ് വഴി കണ്ടുപിടിക്കേണ്ട ആവശ്യം കൂടിയുണ്ട്. ഹാബിലുള്ളത് ഓക്സിജനേറ്റർ, വാട്ടർ റീക്ലൈമർ, റോവർ വെഹിക്കിൾസ്, മെഡിക്കൽ കിറ്റ്സ്. ഇതിനിടയിലാണ് താങ്ക്സ് ഗിവിംഗ് പാർട്ടിക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന ഒരു പൊട്ടറ്റോൻ്റെ പാക്സ് അവർക്ക് ലഭിക്കുന്നത്. ഈ പൊട്ടറ്റോ വെച്ച് ഒരു ആർട്ടിഫിഷ്യൽ ഫാമിംഗ് നടക്കാനുള്ള കാര്യങ്ങളാണ് പിന്നീട് ചിന്തിക്കുന്നത്. ഇതിന് ഫെർട്ടിലൈസറായിട്ട് ഹ്യൂമൻ വേസ്റ്റ് തന്നെ യൂസ് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് മാർക്ക് എത്തിച്ചേരുന്നത്. ഫാമിങ്ങിനായിട്ട് ചൊവ്വയിലെ മണ്ണ് തന്നെ യൂസ് ചെയ്യാന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. ശേഷിച്ച റോക്കറ്റ് ഇന്ധനം ഉപയോഗിച്ച് വെള്ളം നിർമ്മിക്കാൻ പറ്റുമെന്നാണ് അടുത്ത ചിന്തയിൽ എത്തിച്ചേർന്നത്. ആർട്ടിഫിഷ്യൽ ഫാമിങ്ങിനായി ചൊവ്വയിലെ തന്നെ മണ്ണ് തിരഞ്ഞെടുക്കുകയും ഹാബിലെ ഒരു ഏരിയ കിച്ചണായിട്ട് യൂസ് ചെയ്യപ്പെട്ട് അവിടെ മണ്ണ് മിക്സ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്. അതിനുശേഷമാണ് ഫെർട്ടിലൈസർ ആയിട്ടുള്ള ഹ്യൂമൻ വേസ്റ്റ് മണ്ണുമായി മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അസഹനീയമായ സ്മെല്ലാണ് ഇതിനെന്ന് ഇയാളുടെ ഫേസ് കണ്ടാൽ തന്നെ തിരിച്ചറിയാം. തനിക്ക് കഴിക്കാനുള്ള എക്സ്ട്രാ ഫുഡാണ് ഇപ്പോൾ താൻ ഈ പരീക്ഷണത്തിന് വേണ്ടി ചെലവാക്കുന്നത്. കൂടാതെ കുടിക്കേണ്ട വെള്ളം കൂടിയാണ് ഫാമിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനിയാണ് മെയിൻ പാർട്ട്. റോക്കറ്റ് ഫ്യൂൽ ഉപയോഗിച്ചാണ് വെള്ളം നിർമ്മിച്ച് ജീവൻ രക്ഷിക്കാനുള്ള ഇതിന്റെ ശ്രമങ്ങളും കൂടി നടത്താൻ. ഈ ഹാബിൽ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജന്റെ റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനായി റോക്കറ്റ് ഫ്യൂലായുള്ള ഹൈഡ്രജൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു വലിയ ഡേഞ്ചറസ് കെമിസ്ട്രിയാണ്.
കാരണം ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ റിയാക്ഷൻ നടക്കുന്ന ഒരു കമ്പസ്റ്റനാണ്. ഇത്തരത്തിലുള്ള കെമിസ്ട്രി സ്പേസിൽ നടക്കുമ്പോൾ വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഹാബിനകത്ത് ഒരു ചെറിയ ഗ്രീൻ ഫാം ഉണ്ടാകാനുള്ള എല്ലാ ആംബിയൻസും ഉണ്ടാക്കിക്കൊണ്ട് അയാൾ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഗ്രീൻ ഫാമിൽ വാട്ടർ വേപ്പേഴ്സ് മുഴുവനായിട്ട് മൂടപ്പെട്ടിരിക്കുന്നതാണ് കാണുന്നത്. അതെ, പൊട്ടറ്റോൻ്റെ ബഡ്സ് മുളയ്ക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പുതിയ ഹോപ്പ് കിട്ടുകയാണ്. ചൊവ്വയിൽ ഇയാളൊരു കർഷകനായി മാറാണ്. ഫാർമർ മാർക്കായി മാറി. ഈ സമയം എർത്തിലെ നാസയിലെ സാറ്റലൈറ്റ് കൺട്രോളറായ മിൻഡി പാർക്ക് മാസിലെ ഇമേജുകൾ പരിശോധിക്കുന്ന റാൻഡമായി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹാബിലെ ചില മാറ്റങ്ങൾ കാണുകയാണ്. സോ എക്യുപ്മെന്റ്സിനെ റീപൊസിഷൻ ചെയ്തിരിക്കുകയാണ്. അവൾ പെട്ടെന്ന് ഷോക്കാവാണ്. സോ ഐ തിങ്ക് വാട്ട് ഈസ് അലൈവ്. ഈ ഒരു മെസ്സേജ് നാസയുടെ ഡയറക്ടർ ആയിട്ടുള്ള ടെഡി സാൻഡേഴ്സ്, ഫ്ലൈറ്റ് ഡയറക്ടർ ആയിട്ടുള്ള മിച്ച് ഹെൻഡേഴ്സൺ, സയന്റിസ്റ്റ് ആയിട്ടുള്ള വെങ്കട്ട് കപൂർ എല്ലാവരും ഷോക്ക് ആവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സോ പബ്ലിക്കിനെ അറിയിക്കണോ അല്ലെ ഹൈഡ് ചെയ്യണോ എന്ന് വലിയ ഡിബേറ്റ് അവർക്കിടയിൽ തന്നെ ഉണ്ടായി. സോ അവസാനം അവർ സത്യാവസ്ഥ പുറത്തു വിടുകയാണ്. മാർക്ക് വാട്നി ഈസ് അലൈവ്. ലോകമെമ്പാടുള്ള ന്യൂസ് ചാനലുകളും ഇത് ബ്രേക്കിംഗ് ന്യൂസായി പ്രചരിപ്പിക്കുകയാണ്. മാർക്കിന് ഭൂമിയുമായി ഇതുവരെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. 97 ഒരു മാസ് മിഷനിൽ ഒരു ഓൾഡ് പാത്ത് ഫൈൻഡർ റോവർ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവിടേക്കുള്ള വഴിയാണ് മാർക്ക് ഇനി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. മാർക്കിന് ഹാബിൽ നിന്ന് ഓൾഡ് പാത്ത് ഫൈൻഡർ റോവർ വരെ ഏകദേശം 30-ലധികം കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള പ്ലാനിങ് ആവശ്യമുണ്ട്. കംപ്ലീറ്റ് വെഹിക്കിൾ ചെക്കിംഗ് ചെയ്തു കഴിഞ്ഞു. കൂടാതെ സ്ഥിരം ഉണ്ടാകുന്ന തരത്തിലുള്ള സാൻഡ് സ്റ്റോമുകൾ ഡേ ടൈമിൽ സോളാർ റേഡിയേഷൻ ഉണ്ടാവുകയും നൈറ്റ് ടൈമിൽ -90°C ടെമ്പറേച്ചർ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതും മനസ്സിലാവുന്നുണ്ട്. പോകേണ്ടത് ഷോർട്ടസ്റ്റ് റൂട്ടിലും സേഫസ്റ്റ് പാത്തിലുമാണെന്നുള്ള അത്തരത്തിലുള്ള ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു. കൂടാതെ പ്രീവിയസ് സാറ്റലൈറ്റ് ഇമേജുകൾ ഹെൽപ്പ് ആവുന്നു. സാൻഡ് സ്റ്റോം വരുന്ന സമയങ്ങളിൽ ടെമ്പററി ഹാൾട്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ലൈഫ് സപ്പോർട്ടായൊരു മോണിറ്ററിങ്ങും ചെയ്യുന്നുണ്ട്. പ്രസന്റ് റോവറിന്റെ ബാറ്ററി 10 km/day ട്രാവൽ മാത്രമാണ് ചെയ്യുന്നത്. ലൈഫ് സപ്പോർട്ടിനായി ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പെർ ഡേ 10 കിലോമീറ്റർ യാത്ര ചെയ്യുകയും സോളാർ റീചാർജിനായി 2 to 3 അവേഴ്സ് സമയം എടുക്കുകയും ചെയ്യുന്നുണ്ട്. ടെറൈൻ്റെ പ്രത്യേകത കൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് വാഹനം മുന്നോട്ട് പോകാനും പറ്റുന്നുള്ളൂ. നൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോവർ ഹീറ്റേഴ്സ് അല്ലെങ്കിൽ തെർമൽ ബ്ലാങ്കറ്റുകൾ പ്രകാരം ബാറ്ററി വല്ലാതെ ഡ്രെയിൻ ആകുന്നു. ടോട്ടൽ 3-4 ദിവസത്തെ യാത്ര എടുത്തിട്ടാണ് ഓൾഡ് പാത്ത് ഫൈൻഡർ ഉള്ള സ്ഥലത്ത് മാർക്ക് എത്തിച്ചേരുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായി എടുത്ത് തൻ്റെ ക്രൂ മെമ്പേഴ്സോ നാസയോ തൻ്റെ ജീവൻ നിലനിൽക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ റെസ്ക്യൂ ഓപ്പറേഷനായി തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലാണ് വാട്നി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം എർത്ത് സൈഡിൽ നാസയുടെ ഡയറക്ടേഴ്സ് അടക്കമുള്ള ആളുകൾ റെസ്ക്യൂ പ്ലാനിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൽ പൊളിറ്റിക്സ്, റിസ്ക്, മീഡിയ പ്രഷർ, ഫണ്ടിങ് ഡിബേറ്റുകൾ എന്നെല്ലാ കാര്യങ്ങളും ഇവിടെ വിഷയമായി മാറും. ഈ സമയത്ത് ക്രൂ മെമ്പേഴ്സിന് ഇതുവരെ നാസ ടീം മെമ്പേഴ്സ് അറിയിച്ചിട്ടേ ഇല്ല വാട്നി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത്. ഇതിനിടയിൽ വളരെ പോസിറ്റീവായ ഒരു കാര്യം എന്തെന്നാൽ തൻ്റെ പൊട്ടറ്റോ ഫാമിംഗ് റിസൾട്ടിൽ എത്തി നിൽക്കുന്നു. ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതോടുകൂടി തൻ്റെ ഫുഡ് സോഴ്സ് കുറച്ച് കാലത്തെ കൂടി ഭദ്രമാണെന്ന് റിയലൈസ് ചെയ്യുന്ന മാർക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഡെയിലി ചെക്ക് ചെയ്യുന്നത് മനസ്സിലാവുന്നത് ഓരോ ദിവസവും അവിടെയുള്ള ഒബ്ജക്റ്റുകളുടെ ഡിസ്പ്ലേസ്മെന്റ് മനസ്സിലാക്കിയിട്ടാണ്. റെഗുലർ ആയിട്ട് ഒരു പ്ലേസിലേക്കുള്ള മൂവ്മെന്റോ ഡിസ്പ്ലേസ്മെന്റോ മനസ്സിലാക്കുന്ന വഴി ആ പ്ലേസിൽ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന മാസ് മിഷനിൽ പാത്ത് ഫൈൻഡർ കണ്ടെത്താനായിരിക്കാം പോയതെന്ന് അത് നാസയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നും കൂടി മനസ്സിലാക്കി. മാർസിലുള്ളത് ഒരു ഡോർമൻ സ്റ്റേജിലുള്ള പാത്ത് ഫൈൻഡർ ആണെന്നും അതിന് എനർജി സപ്ലൈ കൊടുത്താൽ അതിന് വീണ്ടും തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് മാർക്ക് നിൽക്കുന്നതെങ്കിൽ അത് സാധ്യമാവുന്ന വിശ്വാസത്തിൽ പഴയ പാത്ത് ഫൈൻഡറിൻ്റെ ഒരു റെപ്ലിക്ക നാസയിലുണ്ടെന്നും അതുവഴി പാത്ത് ഫൈൻഡറുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയുമെന്നുമുള്ള വിശ്വാസത്തിലാണ് നാസ ടീം മെമ്പേഴ്സ് അവരുടെ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ പാത്ത് ഫൈൻഡർ മാർക്ക് കണ്ടെത്തുകയാണ്. മണ്ണിൽ പൂർണ്ണമായും മൂടപ്പെട്ട രീതിയിലായിരുന്നു പാത്ത് ഫൈൻഡറെ കണ്ടെത്തിയത്. അങ്ങനെ ഈ ചുവന്ന മരുഭൂമികളിൽ ഒടുവിൽ നാസയുമായി കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കാനുള്ള ഒരേ ഒരു മാർഗം അവൻ കണ്ടെത്തി. ഈ ഡോർമൻ സ്റ്റേജിലുള്ള പാത്ത് ഫൈൻഡർ ഹാബിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് വാട്നി ചെയ്യുന്നത്. ആദ്യം പാത്ത് ഫൈൻഡറിന്റെ റിപ്പയറിംഗ് ആണ് ചെയ്യാൻ നോക്കിയത്. അതിന് പവർ സപ്ലൈ കൊടുത്തു, അതിന്റെ ക്യാമറ സിസ്റ്റം ഫിക്സ് ചെയ്തു. നിരന്തരമായി നാസയും വാട്നിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ബൈനറി കോഡ് വഴി മെസ്സേജ് അയക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഫൈനലി ഫസ്റ്റ് മെസ്സേജ് നാസയ്ക്ക് റിസീവ് ചെയ്യാണ്. ഹായ് നാസ, ദിസ് ഈസ് മാർക്ക് വാട്നി, ഐ എം അലൈവ്. നാസ വാട്നിയുമായി ബന്ധപ്പെടുകയും പാത്ത് ഫൈൻഡർ റോവറുമായി ബന്ധിപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതോടെ വാട്നി ടെക്സ്റ്റ് സന്ദേശങ്ങളിൽ കൂടുതൽ ബന്ധപ്പെടാൻ വേണ്ടി തൻ്റെ ടാബിലുള്ള സ്റ്റോറേജിൽ നിന്ന് ബൈനറി കോഡ് വഴി കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്നു. അത് ഡീകോഡ് ചെയ്യുന്നു. നോർമലി ഒരു മെസ്സേജിന് അവിടെ ആക്സസ് ചെയ്യാൻ 20 to 25 മിനിറ്റ്സിൻ്റെ അടുത്തോളം സമയം എടുക്കാറുണ്ട്. നാസയുടെ ഭാഗത്ത് നിന്ന് മാസ് ഡേ 54 മുതൽ ഹോൾ വേൾഡ് നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ഗ്രേറ്റ് ജോബാണ്, കീപ് മോട്ടിവേറ്റിംഗ് യുവർ സെൽഫ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് മാസ് മിഷൻ ഏരിസ് 4 തൊട്ട് മുന്നേ ഒരു സപ്ലൈ മിഷന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ വർക്ക് ഓൺ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അറിയിച്ചത്. കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ തന്നെ
തൻ്റെ ക്രൂ ആയിരുന്ന ഹെർമിസിലെ ക്യാപ്റ്റനെയും മറ്റുള്ള ആളുകളെയും ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയിച്ചപ്പോൾ അവരുടെ റെസ്പോൺസ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ അറിയിച്ചില്ല എന്നാണ് നാസയുടെ ഭാഗത്തുനിന്നുള്ള റിപ്ലൈ. ഇത്ര ഇറസ്പോൺസീവ് ആയിട്ട് നാസയുടെ മെമ്പേഴ്സ് എന്നോട് പെരുമാറി എന്നറിഞ്ഞപ്പോൾ സങ്കടവും ദേഷ്യവും കലർന്ന് നല്ലൊരു തെറിയാണ് വിളിച്ചത്. ഇപ്പോഴേക്കും ഹെർമിസിന്റെ മാസ് മിഷൻ കഴിഞ്ഞ് 4 മാസത്തോളം കഴിഞ്ഞിരുന്നു. മാർക്കിന് ആകെയുള്ള ധൈര്യം അവൻ്റെ ഫുഡ് സപ്ലൈൻ്റെ കാര്യത്തിൽ അവൻ ഫാം ചെയ്ത പൊട്ടറ്റോസ് മുഴുവനായിട്ട് അവനെ ചതിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം മിനിമം ഇനി 3-3.5 വർഷത്തോളം അവൻ ഇനി കാത്തിരിക്കേണ്ടി വരും. പാത്ത് ഫൈൻഡറിൽ ക്യാമറ ഫിക്സ് ആയതോടുകൂടി തൻ്റെ ആദ്യത്തെ ഇമേജ് കൂടി ഭൂമിയിലേക്ക് അയക്കപ്പെടുകയാണ്. ഈ ഹാബിൽ താമസിക്കാനുള്ള ഒരു പ്രഷറൈസ്ഡ് ഡോമാണിത്. ഇതിൽ പുറത്തേക്ക് പോകാനും അകത്ത് വരാനും ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഡോറാണ് ഈ എയർലോക്ക് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചാണ് അകത്തുള്ള ഈ പ്രഷർ സുരക്ഷിതമായി നിലനിർത്തുന്നത്. സോ മാർസിൽ ഈ കാറ്റ്, ടെമ്പറേച്ചർ വ്യത്യാസം, പ്രഷർ വ്യത്യാസം കൊണ്ടും ഈ ഫാബ്രിക് വാൾ വീക്ക് ആവുന്നതും അത് പൊട്ടിത്തെറിക്കുന്നതും അതിനോടൊപ്പം തന്നെ എയർലോക്ക് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പ്രധാനമായും മാർക്കിന്റെ ഉരുളക്കിഴങ്ങ് കൃഷി എല്ലാം തന്നെ തകർന്നു. ഇതോടെ ജീവിക്കാനുള്ള അവന്റെ ഫുഡ് സോഴ്സ് ആണ് കംപ്ലീറ്റ് ആയി നഷ്ടപ്പെട്ടത്. ഈ സമയം സൂട്ടിന്റെ ഹെൽമെറ്റിന്റെ ഭാഗത്ത് ക്രാക്ക് കുടുങ്ങിയിട്ട് എയർ ലീക്കേജ് വന്നിട്ട് ടാപ്പ് വെച്ചിട്ട് ക്ലിയർ ചെയ്യുന്ന രംഗമാണ് പിന്നെ കാണുന്നത്. കഥ തുടങ്ങിയ സമയം മുതൽ തന്നെ മാർക്കിനെ മരണം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നിയ സ്ഥലത്ത് നിന്ന് തൻ്റെ സർവൈവലിൽ ജീവിക്കാൻ വേണ്ടി താൻ ഈ പാടുപെട്ട എല്ലാ കാര്യങ്ങളും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടത് വീണ്ടും റിയലൈസ് ചെയ്യും. അല്ലെങ്കിലും പരാജയങ്ങൾ വന്നു തുടങ്ങി അങ്ങനെയാണല്ലോ. മാർക്കിന് ഇനിയും വർഷങ്ങളാണ് ഈ ഹാബിൽ പിടിച്ചു നിൽക്കേണ്ടത്. അതിനുള്ള എല്ലാ വഴികളും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തോടടുത്ത് ഹെർമിസിൽ നിന്ന് തൻ്റെ ക്രൂ മെമ്പേഴ്സ് മാർക്കുമായി കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴാണ് അവർക്ക് പെർമിഷൻ ലഭിച്ചുവെന്ന് മെസ്സേജും അയച്ചുകൊണ്ടായിരുന്നു ഇത്. മാർക്കിനെ ചൊവ്വയിൽ ഉപേക്ഷിച്ച് വന്നതിന് സോറി പറഞ്ഞുകൊണ്ടായിരുന്നു തുടക്കവും. തൻ്റെ സർവൈവലിന് വേണ്ടി ഇനി എല്ലാം ഒന്നേന്ന് തുടങ്ങണം. കൂടാതെ ഹാബിൽ മുഴുവനായിട്ട് സ്യൂട്ടില്ലാതെയായിരുന്നു ഇത്രയും കാലം നിൽക്കാൻ പറ്റിയിട്ടായിരുന്നു. ഇനി അതും പറ്റില്ല. സ്യൂട്ട് ധരിച്ചുകൊണ്ട് തന്നെ ഹാബിൻ്റെ റിപ്പയറിംഗ് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രഷർ വേരിയേഷൻ ഉണ്ട്, ഓക്സിജൻ സപ്ലൈ ശരിയാക്കാനുണ്ട്, ടെൻറ്റിനുള്ളിൽ എയർ ലീക്കേജ് വരെ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. പ്രഷർ വേരിയേഷൻ കൂടി വരുന്നതിനാൽ എയർ ലീക്കേജ് അല്പമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹാബിലുള്ള ഓക്സിജൻ വരെ കംപ്ലീറ്റ് ആയിട്ട് ലീക്കായി പോകും. അതിനാൽ വളരെ സൂക്ഷ്മമായിട്ടാണ് ഓരോ ഭാഗത്തെയും ലീക്കേജുകൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നാസയുടെ ഡയറക്ടറും മാസ് മിഷന്റെ ഡയറക്ടറും ക്രൂ മെമ്പേഴ്സും കൂടി റെസ്ക്യൂ മിഷന് തൊട്ട് മുന്നേ ഒരു സപ്ലൈ മിഷനായിട്ട് മാർക്കിനെ ആക്സസ് ചെയ്യാനുള്ള അപ്രൂവൽ വാങ്ങിയിട്ട് മിഷൻ ലോഞ്ച് ചെയ്യുകയാണ്. മിഷന്റെ കൗണ്ട് ഡൗൺ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സക്സസ്ഫുള്ളായി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ റോക്കറ്റ് ആ മിഷൻ സക്സസ്ഫുള്ളായി സ്കൈയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേയായിട്ട് മിഷൻ ഫെയിൽഡ് ആവുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ ഒരു സപ്ലൈ മിഷൻ ചെയ്യാനുള്ളത് കൊണ്ട് ആവശ്യത്തിനുള്ള സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളൊന്നും അവർ റീചെക്ക് ചെയ്യാത്തതായിരുന്നു ഈ ഒരു പൊട്ടിത്തെറിക്ക് കാരണമുണ്ടായത്. മാർക്കിന്റെ സർവൈവൽ വീണ്ടും ദുഷ്കരമാവുകയാണ്. ഇതിനിടയിൽ ചൈനീസ് മന്ത്രാലയവും നാസയ്ക്കുള്ള സപ്പോർട്ട് അറിയിക്കുകയാണ്. പ്രൊജക്ട് എൽറോൺ എന്ന് പറയുന്നത് ഒരു രഹസ്യ യോഗമാണ്. എൽറോൺ എന്ന പേര് വെച്ചത് ലോർഡ് ഓഫ് റിങ്സ് സിനിമയിലെ ഈ കൗൺസിൽ ഓഫ് എൽറോണ്ടിനെ റെഫറൻസ് ചെയ്താണ്. ആ കഥയെ തന്നെ വലിയൊരു സീക്രട്ട് കൗൺസിൽ നടന്നിരുന്നു. അതുപോലെ ഇവിടെ നാസയിലെ ടോപ്പ് ഒഫീഷ്യൽസ് കൂടി ചൈനീസ് റെപ്രസെന്റേറ്റീവ്സ് കൂടി ചേർന്ന് സീക്രട്ട് മീറ്റിംഗ് നടത്തുകയാണ്. ഈ മീറ്റിംഗിൽ നാസ ഡയറക്ടർ, മാസ് മിഷൻ ഡയറക്ടർ, റിച്ച് പാനൽ എന്ന ആസ്ട്രോ ഡൈനാമിസ്റ്റ് എന്നിവരെല്ലാമാണ് പ്രധാന അംഗങ്ങൾ. കൂടാതെ ചൈനീസ് സ്പേസ് ഏജൻസിയുമായി സീക്രട്ട് ഡീൽ അവർക്ക് ടിയാങ്ഷൻ എന്ന റോക്കറ്റ് ഉണ്ടെന്നും അതിനൊരു പുതിയ സപ്ലൈ റോക്കറ്റ് നൽകാമെന്നും അത് ഉപയോഗിക്കാമെന്ന് നാസ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അടുത്തതാണ് റിച്ച് പാനൽ മാനുവൽ. ഇതാണ് എർത്തിലേക്ക് മാർക്ക് വാർണിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള മെയിൻ റെസ്ക്യൂ പ്ലാൻ. ഈ പയ്യനെ കണ്ടില്ലേ, ഇവനൊരു ആസ്ട്രോ ഡൈനാമിസ്റ്റ് ആണ്. പ്രൊജക്ട് എൽറോണ്ട് യോഗത്തിൽ തന്നെ നാസ സയന്റിസ്റ്റ് ആയിട്ടുള്ള റിച്ച് പാനൽ ഒരു പുതിയ കാൽക്കുലേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് ഇപ്പോഴത്തെ ഹെർമിസ് സ്പേസ് ക്രാഫ്റ്റിൽ ഏരിയസ് 3 ക്രൂ ഉള്ളത്. അവർ എർത്തിലേക്ക് തിരിച്ചു വരാതെ തന്നെ ഒരു ഗ്രാവിറ്റി അസിസ്റ്റ് വഴി തിരിച്ച് മാർസിലേക്ക് വീണ്ടും പോകുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ ഇതുവരെ ഭൂമിയിൽ എത്തിയിട്ടില്ല, അവർക്കൊരു സ്ലിംഗ് ഷോട്ട് വഴി തിരിച്ച് മാർസിലേക്ക് വീണ്ടും പോവുക. ഇതായിരുന്നു ഇവൻ മുന്നോട്ട് കൊണ്ടുവച്ച ഒരു സജഷൻ. ഇതിലൂടെ സപ്ലൈ അയക്കേണ്ട റോക്കറ്റ് ഫെയിൽ ആയാലും ക്രൂ മാർക്കിനെ പിക്ക് ചെയ്ത് എർത്തിൽ സേഫായി കൊണ്ടുപോരാനും കഴിയും. പക്ഷേ ഇതിൻ്റെ നാസ ഡയറക്ടർ ടെഡി സാൻഡേഴ്സ് ഇത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണെന്നും ഏരിയസ് 3 ഹെർമീസിലുള്ള മറ്റ് ക്രൂ മെമ്പേഴ്സിന് തന്നെ ഇതിന് ജീവൻ ആപത്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാരണവശാലും ഇത് ചെയ്യേണ്ട എന്നുള്ളത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇതിലെ ഫ്ലൈറ്റ് ഡയറക്ടറല്ല മിച്ച് ഹെൻഡേഴ്സൺ ഇതിൽ തൻ്റെ ക്രൂ ആയിട്ടുള്ള മാർക്ക് വാർണിയെ രക്ഷിക്കണമെന്ന് സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നുണ്ടായിരുന്നു. ടെഡി പ്ലാൻ റിജക്റ്റ് ചെയ്താലും ഹെർമിസ് ക്രൂവിനെ സീക്രട്ട്ലി ആയിട്ട് ഇവരാണ് അറിയിക്കുന്നത്. ആ ക്രൂ മുഴുവൻ ഈ കാര്യങ്ങൾ അറിഞ്ഞു. ഹെർമീസിന്റെ കമാൻഡറായാലും നമുക്കറിയാം മെലീസ ലൂയിസ്. അവർ ക്രൂ മെമ്പേഴ്സായിട്ടൊരു ഡിസ്കഷൻ നടത്തുന്നതാണ് കാണുന്നത്. ഹെർമീസിലെ ക്രൂ ഡിസിഷൻ ഇതായിരുന്നു: അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് നഷ്ടപ്പെട്ട മാർക്ക് വാഗ്നിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണമെന്നും ഇതിൽ നാസയുടെ ഓർഡർ ഇഗ്നോർ ചെയ്യുന്നതിലും മാർക്കിനെ രക്ഷിക്കണമെന്നും അവർ തീരുമാനമെടുക്കും. ഈ സമയത്ത് സിസ്റ്റം ഓപ്പറേറ്റർ ആയിട്ടുള്ള ജോഹാൻസൺ ഉണ്ട്. ഇവനാണ് ഷിപ്പിന്റെ നാവിഗേഷൻ ലോക്ക് ചെയ്ത് ഈ സമയം തന്നെ ചൈന നാസയ്ക്ക് അവരുടെ ടിയാങ്ഷൻ റോക്കറ്റ് ഇത് മിഷനിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അതായത്
ഹെർമിസിന് വേണ്ട എക്സ്ട്രാ ഫ്യൂൽ സപ്പോർട്ടും മാർക്കിന് വേണ്ട എക്സ്ട്രാ ഭക്ഷണവും കാര്യങ്ങളും ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു സപ്ലൈ ഷിപ്പായിരുന്നു ചൈനയുടെ ടിയാൻഷെങ്. മാർക്കിന്റെ സർവൈവൽ കണ്ടിന്യൂഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം ഓൾമോസ്റ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. സർവൈവലിന് വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ ഭക്ഷണമാണ് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതും പൊട്ടറ്റോസ് മാത്രം. നാസയുടെ ഫ്യൂച്ചർ പ്ലാൻ ആയിട്ടുള്ള ഏരീസ് 4ന്റെ മാസ് അസന്റ് വെഹിക്കിൾ അത് ഓൾറെഡി അവിടെ പ്രീ ഡിപ്ലോയിഡ് ആണ്, അതായത് ഫ്യൂച്ചർ മിഷന് വേണ്ടിയിട്ട്. ഹെർമിസ് റെസ്ക്യൂവിനായിട്ട് യാത്ര തിരിച്ചു എന്നറിഞ്ഞതിന് ശേഷം മാർക്കിന് അടുത്ത കടമ്പ ഷിയാപറയിലെ ഏരീസ് 4 ലാൻഡിംഗ് സൈറ്റിൽ ഓൾറെഡി പ്രീ ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള MAV വെഹിക്കിൾ ഉണ്ട്. അതിനെ ആക്സസ് ചെയ്യപ്പെടുകയും ലോഞ്ചിങ് വെഹിക്കിൾ കയറിയാൽ മാത്രമായിരിക്കും ഹെർമിസിലേക്ക് തനിക്ക് കയറാൻ പറ്റുക എന്നുള്ള ഇൻഫർമേഷൻ കൊണ്ട് ഇനി അടുത്തത് ഷിയാപറയിലി ക്രാറ്റർ ലാൻഡ് എവിടെയാണോ അവിടേക്ക് കയ്യിലുള്ള റോവർ വെഹിക്കിൾസ് വെച്ചിട്ട് എത്തിപ്പെടുകയാണ് വേണ്ടത്. ഇതിന് ഏകദേശം 3200ഓളം കിലോമീറ്ററുകൾ ചൊവ്വയിലെ സർവീസിൽ കൂടെ തന്നെ എന്ത് ചെയ്യണം, യാത്ര ചെയ്യണം. ഇതിനായി സാറ്റലൈറ്റ് ഇമേജുകളും റോവറിൽ ഓൾറെഡി ഉള്ള ഡാറ്റകളും ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. ഓൾറെഡി ഉള്ള റോവറിന് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി ബാറ്ററി ലൈഫും സോളാർ എഫിഷ്യൻസിയും കൂട്ടി സഫീഷ്യന്റ് ആയിട്ടുള്ള ഫുഡുകളും മുഴുവൻ വാട്ടറും എടുത്ത് പാക്ക് ചെയ്തിട്ടാണ് യാത്ര തുടങ്ങിയത്. മാർക്ക് ദിവസം പ്രതി റൂട്ടിന് വേണ്ടത്ര കിലോമീറ്ററുകൾ മാത്രം യാത്ര ചെയ്ത് സോളാർ ചാർജിങ്, സുരക്ഷ, റെസ്റ്റ് എന്നിവ കണക്കിലെടുത്ത് ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ചു. കംപ്ലീറ്റ് പ്ലാനിങ്ങിലൂടെയായിരുന്നു ഇയാളുടെ റൂട്ട് യാത്ര നടത്തിയിരുന്നത്. അവസാനം ഷിയാപറയിലെ ക്രാറ്റേഴ്സിലെ അവിടെ പ്രീ ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള MAV വെഹിക്കിളിൽ ആക്സസ് ചെയ്യാണ്. ഹെർമിസിന് വേണ്ട രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മാർക്കിന്റെ രൂപം പട്ടിണി കോലമായിണ്ടായിരുന്നു. ഇനി ഇവന്റെ ജീവൻ ഈ MVVക്കൊപ്പം മാത്രമാണ്. മാർക്ക് ആദ്യം ചെയ്തത് MVVന്റെ സിസ്റ്റം മുഴുവൻ ചെക്ക് ചെയ്തു. ഫ്യൂൽ ലെവൽ, സേഫ്റ്റി കണ്ടീഷൻ, ഇലക്ട്രോണിക്സ് എല്ലാം പരിശോധിച്ചു. ചെറിയൊരു ഡാമേജ് പോലും മിഷനെ മുഴുവനായിട്ട് അപകടത്തിലാക്കും. പക്ഷെ പ്രശ്നം ഇതൊന്നുമല്ല, MVV വളരെ ഭാരമേറിയതാണ്. ഹെർമിസിന്റെ ഓർബിറ്റിലേക്ക് എത്താൻ MVVയെ മാക്സിമം ലൈറ്റ് വെയിറ്റ് ആക്കണം. അതിനാൽ മാർക്കിന് ആവശ്യമില്ലാത്ത എല്ലാ പാനലുകളും എല്ലാം കാര്യങ്ങളും എടുത്ത് ഒഴിവാക്കണം. ഏറ്റവും അവസാനം ഇന്ത്യയിലെ സീറ്റുകൾ, സേഫ്റ്റി എക്യുപ്മെന്റ്സ് എല്ലാം പുറത്തേക്ക് വലിച്ചെറിയുന്നതാണ് കാണുന്നത്. ഇപ്പൊ MVVന്റെ ഒരു സ്കെലിട്ടൻ രൂപം മാത്രമാണുള്ളത്. അതായത് ഇവിടുന്ന് ലോഞ്ച് ചെയ്ത് ഹെർമിസിലേക്ക് എത്തിപ്പെടാനുള്ളത് മാത്രം. പിന്നീട് ഇതിന് ശേഷം ലോഞ്ച് ചെയ്തതിന് ശേഷം അതിന്റെ ടെക്നിക്കൽ സൈഡ് മുഴുവനായിട്ട് അയാൾ ചെക്ക് ചെയ്യുകയാണ്. ഇതിനുശേഷം ലോഞ്ച് ചെയ്തതിനു ശേഷം സ്പീഡ്, ടൈമിംഗ് അനുസരിച്ച് ഹെർമിസിലേക്ക് എത്താൻ കഴിയാമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഇനി ലോഞ്ചിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഫൈനൽ ഇൻസ്ട്രക്ഷൻ കിട്ടിയതിനെ തുടർന്ന് ഷിയാപറയിലി ക്രാറ്ററിൽ നിന്ന് മാർക്ക് MVV ലോഞ്ച് ചെയ്തു. വമ്പൻ ശബ്ദവും തീയും ഡസ്റ്റോമും പിന്നിൽ ചൊവ്വയുടെ ക്ലോസ് മാത്രം. ഹെർമിസ് സ്പേസ് ക്രാഫ്റ്റിന്റെ ഓർബിറ്റിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹെർമിസിലെ കമാൻഡർ ആയ ലൂയിസും ക്രൂവും മാർക്കിലെ ലോഞ്ചിന്റെ കോർഡിനേറ്റുകൾ ലൈവായിട്ട് ഫോളോ ചെയ്തിട്ട് ഒരു ചെറിയ തെറ്റ് പോലും ഓർബിറ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മാർക്കും ഹെർമിസിൽ ക്രൂ മെമ്പേഴ്സും മരിക്കും. അതല്ല, ഓരോ സെക്കൻഡ് അവർ ട്രാജക്ടറി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. വെയിറ്റ് കുറയ്ക്കാനുള്ള ഭാഗമായിട്ടും ക്യാബിൻ പ്രഷറൈസേഷൻ മിനിമം ആക്കാൻ വേണ്ടിയിട്ടും മാർക്ക് പല കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിറ്റ് കുറയ്ക്കാനും MVVന്ന് ഇജക്ഷൻ പോസിബിൾ ആക്കാനും വേണ്ടിയിട്ട് MVVയുടെ ഫ്രണ്ട് ഭാഗം മുഴുവനായിട്ട് പാനലുകളെല്ലാം അഴിച്ചു മാറ്റുന്നതിന് കൂടെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കടുത്ത പ്രഷർ വ്യത്യാസം അനുഭവപ്പെട്ടതെ തുടർന്ന് ഓർബിറ്റിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ മാർക്ക് അബോധാവസ്ഥയിലേക്ക് പോവുകയാണ്. മാർക്കിന് പിന്നെ ഒന്നും ഓർമ്മയില്ല. നെക്സ്റ്റ് മൂവ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല. ഹെർമിസിലുള്ള ക്രൂ മെമ്പേഴ്സും ലോകം മുഴുവൻ മാർക്കിന്റെ നെക്സ്റ്റ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഒന്ന് ഉണരാൻ വേണ്ടി ഒരു അല്പ നേരത്തെങ്കിലും നമ്മളെല്ലാവരും ഒന്ന് ആശിച്ചു പോകും. ഹെർമിസ് ക്രൂ മാർക്കിന്റെ പൊസിഷൻ റീഗെയിൻ ചെയ്തുകൊണ്ട് ഓക്സിജൻ, ഹാർട്ട് റേറ്റ്, വൈറ്റൽ സൈൻസ് എല്ലാം ചെക്ക് ചെയ്യുന്നു. ക്രൂയും നാസയും സിങ്ക്രോണൈസ്ഡ് ആയിട്ടാണ് ഈ റെസ്ക്യൂ പ്ലാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓഡിയൻസിന് സസ്പെൻസ് ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക് സർവൈവ് ചെയ്യുന്ന ഉറപ്പില്ലാത്തൊരു ടെൻഷൻ. മാർക്ക് ഗ്രാജുവലി കോൺഷ്യസ് ആയി വരുന്നതാണ് പിന്നീട് കാണുന്നത്. സോ റെഡി ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് റെസ്ക്യൂ. മാർക്ക് ക്രൂവുമായി കമ്മ്യൂണിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നു. മാർക്ക് തന്റെ വെഹിക്കിളിൽ നിന്ന് ഇജക്ട് ചെയ്യപ്പെടുകയാണ്. ഇനി ഹെർമിസിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഹെർമിസിന്റെ ക്ലോസ് വരെ എത്തുമെങ്കിലും ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ സമയം ഹെർമിസിന്റെ കമാൻഡർ ലൂയിസ് തന്നെ സ്യൂട്ട് ധരിച്ചുകൊണ്ട് മാർക്കിനെ കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇത് ഹെർമിസിന്റെ റോബോട്ടിക് ആംസ് ആണ്. പക്ഷെ ഇതിന്റെ ലെങ്ത് വെച്ചിട്ട് എത്തുന്നുമില്ല. ലൂയിസിനും മാർക്കിന്റെ അടുത്ത് എത്താൻ കഴിയുന്നില്ല. മാർക്കിന് തിരിച്ച് ലൂയിസിന്റെ അടുത്ത് എത്താനുള്ള കൺട്രോളുമില്ല. തന്റെ സ്പേസ് സ്യൂട്ടിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു സ്മോൾ ത്രസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതിലാണ് ലൂയിസിന് മാർക്കിന് ആക്സസ് കിട്ടുന്നത്. ലൂയിസിന് മാർക്കിനെ കിട്ടിയ ശേഷം തുടർന്ന് സ്പേസ് ക്രാഫ്റ്റിലേക്ക് വലിക്കുകയാണ്. ഇത് ഫിലിമിലെ തന്നെ ഹൈ ടെൻഷൻ ഹീറോയിക് റെസ്ക്യൂ മൊമെന്റ് ആണ്. മാർക്ക് ഹെർമിസിൽ എത്തിയതിനു ശേഷം ക്രൂവും നാസിയും വെരിഫൈ ചെയ്യാണ് മാർക്കിന്റെ വൈറ്റൽസ് സ്റ്റേബിൾ ആണ്, ഇഞ്ചുറി ഫ്രീ ആണ്. ഓഡിയൻസ് ഇവിടെ വിറ്റ്നസ് ചെയ്യുന്നത് ഒരു ടീം വർക്കിന്റെയും പെർസീവറൻസിന്റെയും ഒരു മാർക്കിന്റെ സ്ട്രഗിളും അതിന്റെ റിസൾട്ടും കൂടിയാണ്. ഹെർമിസിന്റെ ഹോൾ ക്രൂ, അതേപോലെ തന്നെ നാസയുടെ ഹോൾ ടീം, ഇവരെല്ലാം ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് രംഗത്തിലേക്കാണ് ഫിലിം എത്തിച്ചേർക്കുന്നത്. മാർക്കിനെ
സേഫ് ആയിട്ട് തിരിച്ച് എർത്തിലേക്ക് എത്തിച്ചതിന് ശേഷം കഥ അവസാനിക്കുമ്പോൾ ഒരു ടൈം ജമ്പ് കാണിക്കുകയാണ്. എർത്തിലേക്ക് തിരിച്ചെത്തിയിട്ട് മാർക്ക് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി സ്പേസ് ട്രെയിനിങ് സെന്ററിൽ ക്ലാസ് എടുക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. ആസ്ട്രോണറ്റ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അവൻ സംസാരിക്കുന്നത്. താൻ അനുഭവിച്ച കാര്യങ്ങൾ, ജീവൻ നിലനിർത്താനുണ്ടായ തന്റെ പരിശ്രമങ്ങൾ, സയൻസ് ഉപയോഗിച്ച് പ്രശ്നങ്ങൾ എങ്ങനെ ഓരോന്നായി പരിഹരിച്ചു കൊണ്ടുപോകല്, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫ് ലെസൺസ്. ഒരു ചെറിയൊരു മെസ്സേജ് കൂടി തന്നിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ എത്ര വലിയ പ്രയാസം നേരിട്ടാലും അതിനെ ഒരുമിച്ച് നോക്കേണ്ട, ഒരു പ്രശ്നം മാത്രം എടുക്കുക, അത് പരിഹരിക്കുക, പിന്നെ മറ്റൊന്ന്, പിന്നെ മറ്റൊന്ന്, അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അവസാനം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ഇവിടെ സക്സസ് എന്നൊരു ടെർമിനോളജി കാണിക്കുന്നേയില്ല. മൂവി ഫ്രീക്സിന്റെ ഈ മൂവി എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.